ഇത് സഫ്വാൻ സഖാഫി പത്തപ്പിരിയം ഉസ്താദ്. കേരളത്തിനകത്തും പുറത്തും അനേകായിരം ആത്മീയ പ്രഭാഷണ പ്രാർത്ഥന മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു യുവ പ്രഭാഷകൻ. തൻ്റെ അനിതര സാധാരണമായിട്ടുള്ള വ്യക്തിപ്രഭാവം കൊണ്ടും വാക്ക് വൈഭവം കൊണ്ടും പകചൊരുതി കൊണ്ടും പ്രഭാഷണ സദസ്സുകളിലൂടെ പ്രാർത്ഥനാ മജ്‌ലിസുകളിലൂടെ ലക്ഷക്കണക്കിന് ശ്രോതാക്കളുടെ പ്രേക്ഷക ഹൃദയാന്തരങ്ങളിൽ ഇടം നേടിയ യുവ പണ്ഡിത പ്രതിഭ. പക്വതയും പ്രാപ്തിയും ഒരുപോലെ സമ്മേളിച്ച പ്രഭാഷണ വൈദഗ്ധ്യത്താൽ പ്രഭാഷണ പീഠത്തിലെ നിത്യ സുഹൃത്ത് സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന യുവ പണ്ഡിതരിലെ ശ്രദ്ധേയമായ വ്യക്തി. തിന്മകളുടെ ഉപാസകരമായിട്ടുള്ള സാമൂഹ്യ തിന്മകൾക്കും ആഭാസ ജീവിതങ്ങൾക്കും അടിമപ്പെട്ട ആധുനിക തലമുറയ്ക്ക് വിശുദ്ധ ദീനിൻ്റെ മഹിതമായ അധ്യാപനങ്ങൾ പകർന്നുകൊടുത്ത് ആത്മീയ വിശുദ്ധിയുടെയും സ്നേഹസാരഥികളിലേക്കും കൈപിടിച്ചുയർത്തിയ പ്രഭാഷണ പടവത്തിൻ്റെ ഉടമ. കാതടിപ്പിക്കുന്ന പ്രഭാഷണ ഘോഷങ്ങൾക്ക് പകരം കാതിലരിയുന്ന കർണനങ്ങൾക്ക് കർമ്മമായ വാക്ക് സമർത്ഥം കൊണ്ടും മനസ്സിലലിയിപ്പിക്കുന്ന ഇസ്ലാമിക സാരോപദേശം ചരിത്ര കഥകൾ കൊണ്ടും ആളിലും പരിവർത്തനത്തിൻ്റെ മറ്റൊലിമൊഴിക്കാൻ സാധ്യമാക്കുന്ന അഖിലാസത്തിൻ്റെ അവകാശി. സിനിമാ സീരിയലുകൾക്കും അനുദിനം മറന്ന പാപിൻ ബ്രാഹ്മങ്ങൾക്കും ആധുനിക കാലത്തെ കുഴതയിഞ്ഞ ജീവിതങ്ങൾക്കും വേണ്ടി ചില വിലപ്പെട്ട സമയങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി മസ്തിഷ്കം ഇൻ്റർനെറ്റിനും മറ്റു വർത്തമാനകാല ടെക്നോളജിക്കും വേണ്ടി പണയപ്പെടുത്തിയ ഉത്തരാധുനിക കാലത്തെ മനുഷ്യർക്ക് ഇസ്ലാമിക മൂല്യങ്ങളടങ്ങിയ ഇതിഹാസ ചരിത്രങ്ങൾ പകർന്നുകൊടുത്ത് നേരിൻ്റെ സൽപാതനിലേക്ക് വഴി നടത്തുകയാണ് ഈ യുവ പണ്ഡിതൻ. അതെ, അറിവിൻ നിലാവ് എന്ന പരിപാടിയിലൂടെ ജനഹൃദയങ്ങളിൽ തൻ്റേതായ സ്ഥാനം നേടിയ യുവ പണ്ഡിത പ്രതിഭയായ സഫ്വാൻ സഖാഫി ഉസ്താദിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ ഒരു ലോക്ക്ഡൗൺ ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ ഓൺലൈന് തത്സമയം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് മാറിയിരിക്കുകയാണ് അറിവിൻ നിലാവ് എന്ന മജ്‌ലിസ്. ലോക്ക്ഡൗണിന് മുമ്പും പ്രഭാഷണ വേദികളിൽ വളരെയധികം തിളങ്ങി നിന്നിരുന്ന ഒരാളായിരുന്നു ഉസ്താദ്. അന്നുപോലും തൻ്റെ പ്രഭാഷണ ശൈലി കൊണ്ടും ശബ്ദമാധുര്യം കൊണ്ടും ജനഹൃദയങ്ങളെ ഏറെ സ്വാധീനിച്ച വ്യക്തിയായിരുന്നു ഉസ്താദ്. ഉസ്താദിൻ്റെ തുടക്കകാല പ്രഭാഷണങ്ങൾ കേട്ടാൽ നമുക്കത് മനസ്സിലാകും. ആരെയും ആകർഷിക്കുന്ന വശ്യമായിട്ടുള്ള ശൈലി ഉസ്താദിൻ്റെ ഒരു സവിശേഷതയാണത്. സീരിയലുകൾക്കും സിനിമകൾക്കും അടിമപ്പെട്ടു പോയിട്ടുള്ള സഹോദരന്മാരെ വലിയ തോതിൽ മാറ്റിയെടുക്കാനും അവരിൽ പരിവർത്തനത്തിൻ്റെ വെളിച്ചം വീശാനും ഉസ്താദിൻ്റെ പ്രഭാഷണം വലിയ തോതിൽ സഹായകമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്നതിന് തെളിവുകൾ ഏറെയാണ്. ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് തൻ്റേതായ ശൈലിയിലും ഭാവത്തിലും പരിഹാരം നിർദ്ദേശിക്കുകയും നർമ്മത്തിലൂടെ സാരോപദേശം പകർന്നു കൊടുത്ത് അവർക്കിടയിൽ സ്നേഹാധിക്യം ഉണ്ടാക്കാനും അവിടുത്തെ വാഗ്ദാരണി സഹായകമായി എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് പരസ്പരം മിണ്ടാത്ത സംസാരിക്കാത്ത കുടുംബങ്ങൾക്കിടയിൽ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ വശ്യവചസ്സുകൾ പകർന്ന് കൊടുത്ത് പൂർവോപരി ഐക്യത്തിലാക്കി കൊടുത്തതിൻ്റെ സ്നേഹകഥകൾ ഏറെയാണ്. എല്ലാത്തിനും അറിവിൻ നിലാവ് സാക്ഷിയാണ്. എന്നാൽ ഇത്രയധികം ജനശ്രദ്ധ നേടിയ പരിപാടിക്ക് ശത്രുക്കളും കൂടുതലാണ്. അനുദിനം അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങോട്ട് കല്ലെറിഞ്ഞവനെ പോലും തിരിച്ചറിയാതെ അവരെ പോലും സ്നേഹം കൊണ്ടും ഒരു ചെറിയ പുഞ്ചിരി കൊണ്ടും സൽക്കരിച്ചിട്ടേ ഉള്ളൂ. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഒരു വർഷം മുമ്പ് നടന്നിട്ടുള്ള ഒരു സംഭവം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ചെറുപ്പം മുതൽ സ്നേഹാധീനയായ ഉമ്മയുടെ ശിക്ഷണത്തിൽ വളർന്ന് ഈ മകനെ ഈ നിലയിൽ എത്തിക്കാൻ കുട്ടിക്കാലം മുതൽ ആ ഉമ്മ എത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളിൽ ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാകും. പക്ഷേ ഇന്ന് ആ ഉമ്മ ജീവിച്ചിരിക്കുന്നില്ല. ഉസ്താദ് പലപ്പോഴും തൻ്റെ പ്രഭാഷണങ്ങളിൽ സ്വന്തം ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ കരഞ്ഞു പോകാറുണ്ട്. ഇത്രയധികം ജനശ്രദ്ധ നേടിയ പരിപാടിയിൽ ഉസ്താദ് പറയുന്ന ഓരോ കാര്യങ്ങൾ ജനങ്ങൾ അത് ഏറ്റെടുത്തിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കല്യാണ വസ്ത്രങ്ങൾ ജനങ്ങളിൽ നിന്നും ഏറ്റെടുത്ത് അത് പാവപ്പെട്ടവർക്ക് നൽകിയിരുന്നു. ഒരു രീതി ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഈ കാര്യങ്ങൾക്ക് ശേഷം ഉസ്താദ് ഹൃദയങ്ങളിൽ വീണ്ടും ഒരു കൊടുങ്കാറ്റിന് സമാനം ആഞ്ഞു വീശി. കോവിഡ് എന്ന മഹാമാരി വന്ന് ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയപ്പോൾ വീണ്ടും ജനങ്ങൾക്കിടയിൽ ഒരു ആശ്വാസമായി മാറി ഉസ്താദിൻ്റെ ദിവസവും നടക്കുന്ന ആത്മീയ പ്രഭാഷണ പ്രാർത്ഥന മജ്‌ലിസുകൾ പല ഹൃദയങ്ങളിലും സമാശ്വാസത്തിൻ്റെ തെളിനീരൊഴുക്കി. ഇന്നും ജനലക്ഷങ്ങൾ തത്സമയ കാഴ്ചക്കാരായി ഉസ്താദിൻ്റെ പരിപാടി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.
വലിയ ചാനലുകൾ പോലും ഒരു ലൈവ് ചെയ്താൽ ഇത്രയധികം തത്സമയ കാഴ്ചക്കാരെ കിട്ടാറില്ല. അവിടെയും ഉസ്താദിൻ്റെ പരിപാടി മുന്നേറി നിൽക്കുന്നു. വളരെയേറെ ശത്രുക്കൾ ഉണ്ടായിട്ടും ഓരോ ദിവസത്തെ പരിപാടിക്കും തത്സമയ കാഴ്ചക്കാർ കൂടി വരുന്നു. മറ്റു മതസ്ഥർ പോലും ഉസ്താദിൻ്റെ പരിപാടിയിൽ സംബന്ധിക്കുന്നു. മനോഹരമായ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ആരംഭിച്ചതു മുതലുള്ള ചരിത്രമൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു ആത്മീയ മജ്‌ലിസ് ഇത്രയധികം ഭംഗിയോടെ മികവോടെ മില്യൺ കണക്കിന് പ്രേക്ഷക സാന്നിധ്യത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ദിവസവും നടക്കുന്ന അറവിൻ നിലാവ് മജ്‌ലിസ് തുടക്കം മുതൽ തന്നെ പല കുടുംബങ്ങളെയും ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു ഉദാഹരണമാണ് തുടക്കത്തിൽ ഉസ്താദ് ഫോണിൽ ഷൂട്ട് ചെയ്തിരുന്നു മജ്‌ലിസ്. പിന്നെ നല്ലൊരു ക്യാമറ വാങ്ങാൻ ഉസ്താദ് സഹായം ചോദിച്ചപ്പോൾ വളരെ ആവശ്യത്തോടെ ജനങ്ങൾ അത് ഏറ്റെടുത്ത് ഉസ്താദിന് ചെയ്തു കൊടുത്തു. മടവൂരിൽ ജോലി ചെയ്തിരുന്ന ഉസ്താദിന് ഇത്രയധികം ജനപിന്തുണ ഈ പരിപാടിക്ക് ലഭിച്ചത് മഹാനായ മടവൂർ സിഎം വലിയുടെ അവിടുത്തെ ബറക്കത്ത് കൊണ്ടാണ് എന്ന് ഉസ്താദിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും. കഷ്ടപ്പാടും ദാരിദ്ര്യവും അടക്കി വാണിരുന്ന ഒരു നിർധന കുടുംബത്തിൽ ജനിച്ച ഉസ്താദിന് ഉമ്മ ആയിരുന്നു എല്ലാം. ആ ഉമ്മയുടെ പൊരുത്തം തന്നെയാണ് ഇതുവരെയുള്ള വളർച്ചയ്ക്ക് നിമിത്തവും. 3 മക്കളിൽ 2ാമത്തെ മകനായിരുന്നു ഉസ്താദ്. ഈ 3 മക്കളെയും ചെറുപ്പം മുതൽ തന്നെ 20 രൂപയ്ക്ക് ജോലിക്ക് പോയി നോക്കിയിരുന്നത് ഉമ്മ തന്നെ ആയിരുന്നു. ഇന്നത്തെ തലമുറക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ജീവിത സാഹചര്യത്തിലായിരുന്നു അന്ന് ജീവിച്ചിരുന്നത്. തൻ്റെ മകനെ ഒരു പണ്ഡിതനാക്കണമെന്നായിരുന്നു ആ ഉമ്മ ആഗ്രഹിച്ചിരുന്നത്. തൻ്റെ മകൻ ഒരു പ്രഭാഷകനായി കാണാൻ ആ ഉമ്മ ഏറെ ആഗ്രഹിച്ചിരുന്നു. ഉമ്മയുടെ മരണത്തിന് ശേഷം ഉസ്താദിനെ കൈപിടിച്ച് ഉയർത്തിയത് മടവൂർ ബാക്കവി ഉസ്താദാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ അവിടുന്ന് ഉസ്താദിന് സമാധാന മടവൂർ സിഎം വലി ആയിരുന്നു. ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, മുഹമ്മദ് ഹസനി പത്തപ്പിരിയം, അബ്ദുൾ റഷീദ് ഹസനി വലിയാട് തുടങ്ങിയ അഗ്രസരമായ പണ്ഡിതന്മാരുടെ കീഴിലായിരുന്നു ഉസ്താദിൻ്റെ മതപഠനം. പ്രിയപ്പെട്ട ഉമ്മയുടെയും മനോഹരതയും ആത്മീയ പണ്ഡിതരുടെ ശിഷ്യവും സിഎം വലി അടക്കമുള്ള മഹാന്മാരുടെ ഗുരുത്വവും പൊരുത്തവും പ്രാർത്ഥനയും ആശീർവാദവും തന്നെയാണ് ഇക്കാലം അത്രയുള്ള വളർച്ചയ്ക്ക് നിദാനം. എന്നും ജനലക്ഷങ്ങൾക്ക് സമാധാനമാണ് അറവിൻ നിലാവ് മജ്‌ലിസ്. ലക്ഷങ്ങൾ തത്സമയ കാഴ്ചക്കാരായി അറവിൻ നിലാവ് മജ്‌ലിസ് അനുസൂത്രം മുന്നേറുന്നു. നാഥൻ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അപ്പോൾ ഏതായാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് വേറൊരു വിഷയമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.